പത്തനംതിട്ട ചരൽക്കുന്നിൽ ഹണി ട്രാപ്പിൽ കുടുക്കി യുവാക്കൾക്ക് ക്രൂര പീഡനം കെട്ടിത്തൂക്കി മർദ്ദിച്ചുവെന്നാണ് പരാതി. ദമ്പതികളായ ജയേഷ്, രശ്മി എന്നിവർ പിടിയിലായി. ദമ്പതികൾ മനോവൈകൃതമുള്ളവർ എന്നാണ് പോലീസ് അറിയിച്ചത്. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, എന്താണ് ഈ സംഭവം എന്നതാണ് പോലീസ് അറിയിക്കുന്നത്? അനുജ, ക്രൂരത എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനപ്പുറത്തേക്ക് സൈക്കോപാത്തുകൾ എന്നാണ് ഈ പ്രതികളെ പോലീസ് വിശേഷിപ്പിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസും ഇങ്ങനെയാണ് പറയുന്നത്. അതായത് റാന്നി സ്വദേശിയും ഒപ്പം തന്നെ ആലപ്പുഴ 2 സ്വദേശികളെ ഹണി ട്രാപ്പിൽ കുടുക്കി ദമ്പതികൾ വലയിലാക്കുന്നു. അതിനുശേഷം ചരക്കുന്നിലെ ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. 2 സംഭവങ്ങളും 2 സമയപരിധിക്കുള്ളിലാണ് നടക്കുന്നത്. അങ്ങനെ കൊണ്ടുവരികയും ക്രൂരമായ ഒരു പീഡനം ഈ വീട്ടിൽ വെച്ച് നടത്തുകയും അത് ചിത്രീകരിക്കുകയും ഒപ്പം തന്നെ ഈ ആളുകളുടെ മൊബൈൽ ഫോണും ഐഫോണും ക്യാഷും ഉൾപ്പെടെയുള്ളവ അപഹരിച്ച് വഴിയിൽ തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ റാന്നി സ്വദേശിയെ ഇത്തരത്തിൽ ചരൽക്കുന്നിൽ വെച്ച് ക്രൂര പീഡനത്തിനിരയാക്കി. ഇയാളുടെ ജനനേന്ദ്രിയത്തിൽ തന്നെ 8 സ്റ്റാപ്ലർ പിന്നുകൾ അടിച്ചു കയറ്റി. അതിനുശേഷം പത്തനംതിട്ടയിലെ ഒരു സ്ഥലത്ത് ഇയാളെ ഉപേക്ഷിച്ചു. പിന്നീട് ഇയാൾ ആറന്മുള സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സ തേടി. ആ ഘട്ടത്തിൽ ആശുപത്രിയിൽ നിന്ന് ലഭിച്ച ഇൻറ്റിമേഷൻ അനുസരിച്ചാണ് ആറന്മുള പോലീസ് ഈ ആശുപത്രിയിലെത്തുകയും ഇയാളിൽ നിന്ന് വിവരങ്ങൾ തേടുകയും ചെയ്തു. ആ ഘട്ടത്തിൽ ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് നൽകിയത്. ഇതിൽ സംശയം ചെന്ന പോലീസ് പിന്നീട് വിശദമായി നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇങ്ങനെ ഒരു ഹണി ട്രാപ്പും പിന്നീടുണ്ടായ ക്രൂര പീഡനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ റാന്നി സ്വദേശിക്കൊപ്പം ആലപ്പുഴ സ്വദേശിയും സമാന രീതിയിലുള്ള പീഡനം നേരിട്ടു. ഇദ്ദേഹം ബംഗളൂരുവിൽ നിന്ന് ആലപ്പുഴയിലേക്ക് വീട്ടിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ ദമ്പതികൾ വിളിച്ചു വരുത്തുകയും ഈ ക്രൂരത നടത്തുകയും ചെയ്തു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജയേഷ്, ലക്ഷ്മി എന്നിങ്ങനെ 2 പേരെയാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ജയേഷ് ആറന്മുള സ്റ്റേഷനിലും രശ്മി പത്തനംതിട്ട വനിതാ സ്റ്റേഷനിലുമുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെ നിയോഗിച്ച് ഒരു അന്വേഷണം നിലവിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കാരണം കൂടുതൽ പേരെ ഇവർ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ക്രൂര പീഡനത്തിനിരയാക്കിയെന്നൊരു സംശയമുണ്ട്. കാരണം ഈ ജനേന്ദ്രിയത്തിലൊക്കെ ഇങ്ങനെ സ്റ്റാപ്ലർ അടിച്ച് അതൊക്കെ ചിത്രീകരിച്ച് കണ്ട് ആനന്ദിക്കുമ്പോൾ ഇത് കേവലം മണി ട്രാപ്പ് മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള മനോവൈകൃതമുണ്ട് എന്നുള്ള തരത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ജയേഷ്, രശ്മി എന്നിവരാണ് പിടിയിലായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.